അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു, ബുൽഖൈനി തങ്ങളെ കേൾക്കാത്തവരാരുണ്ടാവില്ല. അവരെ പിതാവ്, മക്കൾ അടക്കം മൂന്ന് മഹാന്മാർ, മൂന്നാളുണ്ടല്ലോ, അലമുദ്ദീൻ ബുൽഖൈനി, സിറാജുദ്ദീൻ ബുൽഖൈനി, അങ്ങനെ തുടങ്ങി. അതിൽ ബഹുമാനപ്പെട്ട അലമുദ്ദീൻ ബുൽഖൈനി റളിയല്ലാഹു അൻഹു മകളെയാണ് നമ്മുടെ ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് വിവാഹം കഴിച്ചത് എന്നാണ് ഓർമ്മ. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമിൻ്റെ ഉസ്താദാണ് അലമുദ്ദീൻ ബുൽഖൈനി റളിയല്ലാഹു അൻഹു. സുയൂത്തി ഇമാമിൻ്റെ ഗുരുവര്യർ. സുയൂത്തി ഇമാം സംസം വെള്ളം കുടിച്ചപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ പോലെ ആവണം. ഹദീസിൽ എനിക്ക് എൻ്റെ ഉസ്താദ് അലമുദ്ദീൻ അൽ ബുൽഖൈനി റളിയല്ലാഹു അൻഹുവിനെ പോലെ ആവണം ഫിഖഹിൽ എന്ന് പറഞ്ഞ ആ അലമുദ്ദീൻ ബുൽഖൈനി റളിയല്ലാഹു അൻഹു. അങ്ങനെ സുയൂത്തി ഇമാം പറയുന്നുണ്ട്, എനിക്ക് ഇൽമിൽ എല്ലാ വിഷയത്തിലും എല്ലാത്തിലും മേലെ എത്താൻ കഴിഞ്ഞു, എങ്കിലും ഫിഖഹിൽ എൻ്റെ ഉസ്താദ് തന്നെയാണ്, അവർ തന്നെയാണ് മേലെ എന്ന് പറഞ്ഞ ആ ബുൽഖൈനി ഇമാം അടക്കമുള്ള ആ ബുൽഖൈനി സാദാത്യങ്ങളുടെ ദർഗാ ഷരീഫ് അല്ലാഹു തആല അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവരെ മദദ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. നമുക്കും നമ്മുടെ മക്കൾ, ശിഷ്യന്മാർ, അവരുടെ പരമ്പര എല്ലാത്തിനും അല്ലാഹു തആല ഇൽമും ഫിഖ്ഹും തസവുഫും ഹദീസുമൊക്കെ അല്ലാഹു നിറച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂടുവഴികളിലൂടെ നടന്ന് ഇൻഷാ അല്ലാഹ് ഇനി ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു, മാഷാ അല്ലാഹ്, അവരെ ഹദ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന് സാവിയ എന്ന് പറയാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ, പ്രത്യേകിച്ച് ഫത്ഹുൽ ബാരി പോലെയുള്ള ഗ്രന്ഥങ്ങൾക്ക് ജന്മം നൽകിയ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ദർസ് നടത്തിയ സ്ഥലമാണിത്. മാഷാ അല്ലാഹ്. മഹാനവറുകൾ അവിടെ ഉണ്ടല്ലേ, ശൈഖുൽ ഇസ്ലാം അഹ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല അവരുടെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. റളിയല്ലാഹു അൻഹുവിനൊക്കെ പറ്റി നമുക്ക് ദിവസങ്ങളോളം പഠിക്കാനും പറയാനും ഒക്കെ അവസരങ്ങളുണ്ട്. ഇതിൽ ചെറിയ ക്ലിപ്പ്, ആളുകൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് അവർ വിശ്രമം കൊള്ളുന്ന സ്ഥലം ഒന്ന് കാണാനും പരിചയപ്പെടാനും ഇവിടെ വരുമ്പോൾ ഉപയോഗപ്പെടുത്താനൊക്കെ ഉള്ള ഒരവസരം. ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈജിപ്തിലെ എല്ലാ ക്ലിപ്പുകളിലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ഐഷാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുക ചെയ്യാം, വണ്ടികൾ ഇങ്ങനെ വാങ്ങിയിട്ട് കൊണ്ടുപോകാം. അതിനൊന്നും സമയം കളയുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഒരു നാടിൻ്റെ കാഴ്ചയാണ്, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ ജീവിതമാണിത്. അൽഹംദുലില്ലാ. സുൽത്താനുൽ ഉലമ അസ്സ് ബിൻ അബ്ദുസ്സലാം ഖാദിൽ ഖുളാത്ത് ശൈഖുൽ ഇസ്ലാം മഹാനവറുകളെ ദർഗയാണിത്. പണി നടക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യമൊക്കെ നമ്മൾ വരുമ്പോഴേക്ക് വളരെ ഉഷാറാവും. മഹാനവറുകളെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. സുൽത്താനുൽ ഉലമ, പണ്ഡിത പ്രമുഖന്മാരുടെ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹുവിൻ്റെ, നമ്മൾ താരീഖ് ദിമസ്ക് കേട്ടിട്ടുണ്ടല്ലോ, ഇബ്നു അസാക്കിർ റളിയല്ലാഹു അവരുടെ ശിഷ്യനാണ്. അതുപോലെ ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു അവരെ ഉസ്താദാണ്. അതിന് പുറമെ ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുമായി മൻസൂറ യുദ്ധത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്ത്, അന്ന് മഹാനായ ഷാദുലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസിൽ പങ്കെടുത്തിട്ട് നിങ്ങൾ ശരീഅത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയൊക്കെ ഇൽമ വേണ്ടവർ വന്നോളൂ എന്ന് പറഞ്ഞ് ഷാദുലി ഇമാമിനോട് വലിയ ഇഷ്ടം പ്രകടിപ്പിച്ച മഹാനാണ്. വലിയ ചരിത്രത്തിലൂടെ അല്ലാഹു അവരെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഒരിക്കൽ മഹാനവറുകൾ ഒരു ഫത്വ കൊടുത്തു. ആ ഫത്വയിൽ ചെറിയ ഒരു ഖത്വ വന്നുപോയി എന്നറിഞ്ഞപ്പോൾ അത് കേട്ട ആളുകൾ അമൽ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഏരിയകളിലേക്കും വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ചു പറയുന്ന ആളെ പറഞ്ഞയച്ചിട്ട് മഹാനവറുകൾ ആ ഫത്വ ഇങ്ങനെയാണ് എന്ന് മാറ്റി പറഞ്ഞ ഒരു സംഭവം മഹാനായ വാളക്കുളം വീരാൻകുട്ടി ഉസ്താദ്, അല്ലാഹു അവരെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവർ ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ തിരക്ക് കൂട്ടുണ്ട്. ഇയാളാണ് നമ്മളിപ്പോൾ കൊണ്ടുപോണത്. ഇതാ